ജ്യോതിഷപ്രകാരം ഓരോ വ്യക്തികൾക്കും ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഗുണങ്ങളും ദോഷഫലങ്ങളും ഉണ്ടാക്കുന്നു. ഗ്രഹസംക്രമണം എല്ലാ രാശിക്കാരെയും ബാധിക്കും. ജ്യോതിഷപരമായി ദീപാവലിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ദീപാവലിക്ക് ശേഷം ലക്ഷ്മി നാരായണ യോഗം രൂപപ്പെടുന്നു. ശുക്രനും ബുധനും ചേരുമ്പോഴാണ് ലക്ഷ്മി നാരായണ രാജയോഗം ഉണ്ടാകുന്നത്. വൃശ്ചികം രാശിയിലാണ് ശുക്രനും ബുധനും സംയോജിക്കുന്നത്. ഇതുവഴി ചില രാശിക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. മേടം രാശി: ധനലാഭം ഉണ്ടാകുന്നു. ജോലിയിൽ ഉയർച്ച, ശമ്പള വർധനവ് എന്നിവ ഉണ്ടാകുന്നു. കുടുംബത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നു. നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടം. ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാകുന്നു. അടുത്തതായി ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാർക്ക് ലക്ഷ്മി നാരായണ രാജയോഗം കൂടുതൽ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നു. വാഹനയോഗമുണ്ട്. വസ്തു വാങ്ങാനും വിൽക്കാനും സാധിക്കും. പല കോണുകളിൽ നിന്നും വരുമാനം വർദ്ധിക്കുന്നു. ഭൗതിക സുഖസൗകര്യങ്ങൾ ഇവരെ തേടിയെത്തും. അടുത്തതായി വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാർക്ക് ലക്ഷ്മി നാരായണ രാജയോഗം ഗുണകരമാണ്. കുടുംബത്തിൽ ഐശ്വര്യവും സമ്പത്തും പ്രദാനം ചെയ്യുന്നു. ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നു. തൊഴിൽ തടസ്സം ഇല്ലാതാകും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടപ്പാക്കാൻ പറ്റുന്ന സമയമാണിത്.